കാസർഗോഡ് കുണ്ടംകുഴി സ്കൂളിൽ 10ാം ക്ലാസ്സുകാരനെ കരണത്തടിച്ച് കർണപടം പൊട്ടിച്ച സംഭവത്തിൽ പ്രധാന അധ്യാപകന് സസ്പെൻഷൻ. ഇന്ന് സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കഴിഞ്ഞ ദിവസം ഹെഡ്മാസ്റ്റർ എം അശോകനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. BNS 126(2), 115(2) എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസ് ബേഡകം പോലീസ് രജിസ്റ്റർ ചെയ്തത്. സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമായതോടെയാണ് പോലീസ് നടപടി. സംഭവത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇന്നലെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിന്റെ ഭാഗമായാണ് സസ്പെൻഷൻ. അന്വേഷണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ V. മധുസൂദനൻ ഇന്നലെ കുണ്ടംകുഴി സ്കൂളിലെത്തി ഹെഡ്മാസ്റ്റർ M. അശോകന്റെയും പരിക്കേറ്റ വിദ്യാർത്ഥിയുടെയും മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹെഡ്മാസ്റ്റർ M. അശോകനെതിരെ കർശന നടപടിയെടുക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗം തന്നെയാണ് ആദ്യ നടപടിയെന്ന സസ്പെൻഷൻ. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിരുന്നു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുണ്ടംകുഴി GHSSലെ അസംബ്ലിക്കിടെ 10ാം ക്ലാസ്സുകാരനെ ഹെഡ്മാസ്റ്റർ അടിച്ച് കർണപടം പൊട്ടിച്ചത്. വാർത്തകൾ വന്നതോടെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. കുട്ടിയെ അസംബ്ലിയിൽ വെച്ച് അടിക്കുന്നത് കണ്ട അനിയത്തിക്ക് മാനസിക വിഷമം മൂലം ഛർദിയും തലകറക്കവും ഉണ്ടായെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞിരുന്നു. സംഭവത്തിൽ വിശദമായ പരിശോധന ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം അടിച്ചത് ലക്ഷ്യം തെറ്റിയതാണെന്ന് ഹെഡ്മാസ്റ്റർ വിശദീകരിച്ചെന്ന് PTA പ്രസിഡന്റ് പറഞ്ഞു. ഒത്തുതീർപ്പിന് വേണ്ടി 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്ന ആരോപണം തെറ്റാണെന്നും PTA പ്രസിഡന്റ് പറയുന്നു. അതിനിടെ ഹെഡ്മാസ്റ്ററെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ നേരിയ സംഘർഷവും ഉണ്ടായിരുന്നു. 11-ാം തീയതി രാവിലെ സ്കൂൾ അസംബ്ലിയിലാണ് സംഭവം. മകൻ വരി നിന്നിട്ടുണ്ടായിരുന്ന ചരൽമണ്ണ് കാലുകൊണ്ട് നീക്കി. ഇത് കണ്ട പ്രധാന അധ്യാപകൻ മുന്നിലേക്ക് വിളിച്ച് ഒന്നും ചോദിക്കാതെ മറ്റ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മുന്നിൽ വെച്ച് കോളറിൽ പിടിച്ച് കരണം തടിച്ചു. മകളും ഇതേ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അവൾക്ക് സുഖമില്ലെന്നും സ്കൂളിലെത്തി വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെട്ട് ഉച്ചയ്ക്ക് 12:10 അധ്യാപിക വിളിച്ചു. 1:30 ഞാൻ സ്കൂളിലെത്തി. മകൾ തലകറങ്ങി വീണതായും ഛർദ്ദിച്ചതായും പറഞ്ഞു. ഇതേപ്പറ്റി മകനോട് ചോദിക്കാൻ മകൻ്റെ ക്ലാസ്സിലെത്തി. അപ്പോൾ മകൻ്റെ കൂട്ടുകാരാണ് പ്രധാനാധ്യാപകൻ അടിച്ചെന്നും ഇത് കണ്ടാണ് മകൾ തലകറങ്ങി വീണതെന്നും പറഞ്ഞതെന്ന് മാതാവ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഏതായാലും അധ്യാപകരെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതോടെ പ്രതിഷേധം ആളിക്കത്തുന്നത് തടയാനാകുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.